ഒന്നുകൂടെ പറയാം റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല, കുറേ നാള് വെയിറ്റ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഇൻഫ്ലുവൻസറായ വേദ് ലക്ഷ്മിയും തമ്മിലുള്ള പുതിയ വിവാദം. നമസ്കാരം, ഏവർക്കും ഫാക്ട് ലാബിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ 2 മത്സരാർത്ഥികളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും വേദ് ലക്ഷ്മിയും. ഇവർ തമ്മിലുള്ള വിവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ സംസാര വിഷയമാവുകയാണ്. ഇത്തവണ വിഷയം കുറച്ച് സീരിയസ് ആണ് കേട്ടോ. BJPയിൽ ചേർന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം ലീക്കായ ഒരു വാട്സപ്പ് ഓഡിയോ, അതിന് പിന്നാലെ AI ടെക്നോളജി, ഒടുവിൽ പോലീസ് കേസ് വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ വേദ് ലക്ഷ്മിയാണ് ഈ ഒരു വിവാദത്തിന് തിരികൊളുത്തിയത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് റോബിൻ രാധാകൃഷ്ണൻ BJPയിൽ ചേർന്നത് വലിയ വാർത്തയായത്. എന്നാൽ റോബിൻ BJPയിൽ ചേർന്നത് രാജ്യസേവനത്തിനൊന്നുമല്ല, മറിച്ച് കേവലം സാമ്പത്തിക നേട്ടത്തിനും തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണെന്ന ഗുരുതരമായ ആരോപണവുമായി വേദ് ലക്ഷ്മി രംഗത്തെത്തി. വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, അതിന് തെളിവായി റോബിൻ്റേത് എന്ന് അവകാശപ്പെടുന്ന ഒരു വാട്സാപ്പ് വോയിസ് മെസ്സേജും അവർ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടു. വേദ് ലക്ഷ്മി പുറത്തുവിട്ട ആ ഓഡിയോയിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഞാൻ എന്നോട് ചോദിച്ചു വൈ BJP എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ് ക്ലെവറായിട്ട് പറഞ്ഞു, സാർ എനിക്ക് മോഡിജിനെ ഇഷ്ടമാണ് സാർ. യൂഷ്വലി എങ്ങനെയാ BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോ, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഇതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യനായിട്ട് സംസാരിച്ചാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ശരി ഞാൻ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട് ബ്രോ. എത്ര പേര് വന്നാലും എത്ര ആൾക്കാർ വന്നാലും എല്ലാവരുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അതിലൊന്നും ഒരു മടി കണ്ടില്ല. കാരണം ബ്രോ എഴുതി വെച്ചോ ബ്രോ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും ഞാൻ, മനസ്സിലായി? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ എന്താ പറയുക, കഴിഞ്ഞ ദിവസം വരെ ഞാൻ MLA ആയിട്ട് കൈവക്കുന്ന സാധനം മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ മന്ത്രിയായിട്ട് നമ്മളെ BMW മറ്റേ സാധനമൊക്കെ വെച്ച് പോണതാണ് പച്ച വണ്ടിയില്. ആലോചിച്ച് നോക്കണേ, പച്ച വണ്ടിയില് മനസ്സിലായ? എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും എന്റെ ഇതിൽ നിന്നും ഞാൻ ഡീസൽ അടിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കെ ബ്രോ, ആരുണ്ട് ബ്രോ അതേപോലെ ഒരു പൊളിറ്റീഷ്യൻ? എന്ന് വെച്ചാൽ നമ്മുടെ ലുക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള സംഭവം. നമ്മുടെ പ്രവൃത്തിയാണ് എന്ത്. ആ പ്രവൃത്തിക്ക് ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാൻ പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത് ആർക്കും പരാതി ഇല്ലെന്നേ. ഈ ഓഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. റോബിനെതിരെ വ്യാപകമായ ട്രോളുകളും വിമർശനങ്ങളും ഉയരാൻ ഇത് കാരണമായി. എന്നാൽ ഈ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ അതിശക്തമായ മറുപടിയുമായി റോബിൻ രാധാകൃഷ്ണൻ തന്നെ നേരിട്ട് രംഗത്തെത്തി. താൻ അങ്ങനെ ഒരു ഓഡിയോ അയച്ചിട്ടേ ഇല്ല എന്നാണ് റോബിൻ പറയുന്നത്. പിന്നെ എങ്ങനെ ഈ ശബ്ദം വന്നു എന്ന് ചോദിച്ചാൽ തന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി AI ടെക്നോളജി ഉപയോഗിച്ച് കൃത്യമായി നിർമ്മിച്ച വ്യാജ ശബ്ദരേഖയാണിതെന്നാണ് റോബിൻ വ്യക്തമാക്കിയത്. വെറുതെ ഒരു വിശദീകരണം കൊടുത്ത് മാറി നിൽക്കാൻ റോബിൻ തയ്യാറായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് വേദ് ലക്ഷ്മിക്കെതിരെ അദ്ദേഹം പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി. റോബിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വേദ് ലക്ഷ്മിക്ക് ഉടൻ തന്നെ സമൻസ് അയച്ചു. എന്നാൽ കേസും കൂട്ടവുമൊക്കെ ആയിട്ടും ഒട്ടും കുലുങ്ങാതെയാണ് വേദ് ലക്ഷ്മി ഇതിനോട് പ്രതികരിച്ചത്. തനിക്ക് ജോലിയുണ്ടെന്നും സമയം കിട്ടുമ്പോൾ സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ വിശദീകരിക്കാമെന്നുമാണ് അവർ കൂളായി നൽകിയ മറുപടി. അതുമാത്രമല്ല, ഇൻസ്റ്റഗ്രാമിലൂടെ അവർ ഒരു കിടിലൻ ഡയലോഗും കൂടി അടിച്ചു. ഒരു ചെറിയ ഓലപ്പടക്കം കണ്ടപ്പോൾ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ? തൃശ്ശൂർ പൂരം വരുമ്പോൾ എന്താവും നിന്റെ അവസ്ഥ? വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും എന്നൊരു വലിയ സൂചനയാണ് അവർ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. കൂടാതെ റോബിൻ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഉടൻ തിരികെ നൽകണമെന്നും അവർ വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ. ഒരു വശത്ത് തന്റേതല്ലാത്ത AI ശബ്ദരേഖ ഉണ്ടാക്കി തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് റോബിൻ പറയുമ്പോൾ, മറുവശത്ത് കാര്യങ്ങൾ അവിടെയൊന്നും തീർന്നിട്ടില്ല എന്ന സൂചനയാണ് വേദലക്ഷ്മി നൽകുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരേക്കും നന്ദി.